തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ടോറസ് ലോറി ഇലക്ട്രിക് ലൈൻ കമ്പിയിൽ കുടുങ്ങി 2 പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ഉടൻ തന്നെ KCB ഇടപെട്ട് ലൈൻ ഓഫ് ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. പോസ്റ്റുകൾ റോഡിൽ വീണതിനാൽ പ്രദേശത്ത് വൻ ഗതാഗത തടസ്സമാണ് ഉണ്ടായത്. സ്റ്റെഫിൻ നമുക്ക് പോകേണ്ട. സ്റ്റെഫിൻ, വലിയ ഗതാഗതക്കുരുക്കായിരുന്നു വെഞ്ഞാറമൂട് ഭാഗത്ത്, വലിയ മഴയുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങൾ? ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണല്ലോ, KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് ഉൾപ്പെടെ വെഞ്ഞാറമൂട്ടിൽ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണല്ലോ. രതീഷ്, ഈ വെഞ്ഞാറമൂട്ടിലെ മേൽപ്പാല നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രധാന വഴിയിൽ MC റോഡിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ട്. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത്. അതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ MC റോഡിലേക്ക് പോകുമ്പോൾ കന്യാകുളങ്ങരയിൽ നിന്ന് പെരുപ്പൻകോട് ഭാഗത്ത് നിന്ന് തിരിച്ച് അമ്പലമുക്കിലേക്കാണ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത്. ഈ ഇട റോഡുകൾ വഴി ഇത്തരത്തിൽ വലിയ വാഹനങ്ങളെല്ലാം തന്നെ വിടുന്നതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയൊരു വഴിയാണ്. ആ വഴിയിലൂടെ ടോറസ് ലോറി കടന്നുപോയപ്പോൾ ആ ഇലക്ട്രിക് ലൈൻ അത് ആ ടോറസ് ലോറിയിൽ തട്ടുകയും പിന്നീട് വാഹനം മുമ്പോട്ട് പോയപ്പോൾ 2 പോസ്റ്റ് റോഡിലേക്ക് വന്ന് വീഴുകയുമായിരുന്നു. മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും ഏറെ നേരം അവിടെ ഗതാഗതക്കുരുക്കുണ്ടായി. പിന്നീട് KCB അധികൃതരെത്തി ലൈനെല്ലാം ഓഫ് ചെയ്തു. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എത്തിയാണ് മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്.